Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. ചാപ്റ്റർ മിസ് എടുത്തോണ്ടിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ ജി മാമിന്റെ? ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് കാറ്റഗറി ടേബിൾ കഴിഞ്ഞു അല്ലെ? നമ്മുടെ കാറ്റഗറി ടേബിൾ കഴിഞ്ഞില്ല എടുത്തോ? ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയായിരിക്കണം സ്റ്റോറേജ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കണം ഒരു സ്ഥലത്ത് ഡിസ്പോസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റ് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള വെഹിക്കിൾസിലായിരിക്കണം എന്നൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. Transportation and storage. Unprocessed biomedical waste must be carried only in specially arranged vehicle like trolleys or covered wheelbarrows. എന്താണ് unprocessed ആയിട്ടുള്ള സംസ്കരിക്കാത്ത ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് സ്പെഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വെഹിക്കിൾസിലായിരിക്കണം കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ്? അത് ഉപയോഗിച്ച സ്ഥലത്ത് നിന്ന് അല്ലെ, ഇപ്പൊ എന്താണ് ഇഞ്ചക്ഷൻ റൂമിൽ നിന്നാവാം, അല്ലെങ്കിൽ ICU എന്നായിരിക്കും. അത് എന്താണ് ഡിസ്പോസ് ചെയ്യുന്ന ഏരിയയിലേക്ക് എന്താണ് സ്പെഷ്യലി അറേഞ്ച്ഡ് ആയിട്ടുള്ള വണ്ടികളിലായിരിക്കും കൊണ്ടുപോകുന്നത്. ലൈക്ക് ട്രോളീസ്, വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിനുള്ള ട്രോളീസ് ഉണ്ടായിരിക്കും. ഓർ ഇൻ കവേർഡ് വീൽ ബാരോസ്, എന്താണ് കവർ ചെയ്ത വീൽ ബാരോസ് ഒക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. The bags or container holding biomedical waste have to be tied before transportation. നമ്മ സാധന വേസ്റ്റിന്റെ ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ടൈഡ് ആയിട്ട് അല്ലെ, നല്ല രീതിയിൽ കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കെട്ടാതെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ബാഗുകളിൽ നിലത്തൊക്കെ വീണു പോകും അല്ലെ വേസ്റ്റുകള്. ലീക്കേജ് സംഭവിക്കാം, നിലത്തൊക്കെ വീണു പോകാം. അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ എന്താണ് ചാടിപ്പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന അതടങ്ങുന്ന ബാഗ് നല്ല രീതിയിൽ കെട്ടിയിട്ട് വേണം ആ ബാഗുകള് കൊണ്ടുപോകാൻ. ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ബാഗ് കണ്ടെയ്നിങ് ബയോമെഡിക്കൽ വേസ്റ്റ്, ഇറ്റ് ഹാസ് ടു ബി അക്കമ്പനീഡ് ബൈ എ ഡോക്യുമെന്റ് സൈൻഡ് ഫോർ ദ നഴ്സ്, ഡോക്ടർ. That includes date, shift, quantity and destination. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്ത് വേണം? ആവശ്യമായിട്ടുള്ള രേഖകൾ വേണം, ഡോക്യുമെന്റ്സുകൾ വേണം. അത് എങ്ങനെയുള്ളതാണ്? അത് ഒന്നില്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നേഴ്സോ സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? ഡേറ്റ്, ഇപ്പോൾ ഏത് ദിവസമാണ് ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നത്, ഷിഫ്റ്റ് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെ, അതുകൂടാതെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, ആൻഡ് എവിടെ നിന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിൽ നിന്നാവാം അല്ലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നാവാം. അപ്പൊ അതിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര അളവില് ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്. ആൻഡ് ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, ലക്ഷ്യസ്ഥാനം.
എങ്ങോട്ടാണ് ഈ വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ രേഖ ഒരു ഡോക്യുമെന്റ് ഈ വേസ്റ്റ് കൊണ്ടുപോകുമ്പോ അതോടൊപ്പം കൊണ്ടുപോകണം. ക്ലിയർ ആയത്? നെക്സ്റ്റ്, സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. എന്താണ് സ്പെഷ്യൽ? ഇത് ഈ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കും? സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾസിലായിരിക്കും. അതെന്താണ്? നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. എന്താണ്? അടച്ചിട്ട അല്ലെ മൂടിക്കെട്ടിയ ഒരു വണ്ടിയിലായിരിക്കും, ഇങ്ങനെ തുറന്നിരിക്കാത്ത വണ്ടിയിലായിരിക്കും കൊണ്ടുപോകേണ്ടത്. നമ്മ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേസ്റ്റുകൾ കൊണ്ടുപോകാൻ വരുന്ന വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയുള്ള വണ്ടികളാണ്? തുറന്നിട്ട വണ്ടികളാണോ? അല്ല അല്ലെ, ഇങ്ങനെ മൂടി കവേർഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കും. അപ്പൊ അതേപോലെയുള്ള കവേർഡ് ആയിട്ടുള്ള മൂടിക്കെട്ടിയ വണ്ടികളിലായിരിക്കും ഈ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇത് കൊണ്ടുപോകുന്ന വഴിയിൽ അല്ലെ സ്മെല്ല് വരാം അല്ലെ, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും വേസ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് എന്താണ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ, എന്താണ് അന്തരീക്ഷ മലിനീകരണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതങ്ങനെ വീണ് പോവാതിരിക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനും വേണ്ടി എൻക്ലോസ്ഡ് ആയിട്ടുള്ള മൂടിക്കെട്ടിയ വണ്ടികളിലാണ് കൊണ്ടുപോകേണ്ടത്. ഇറ്റ് ഷുഡ് ഓൾസോ ബി പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് ദി കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. എന്താണ്, നമുക്ക് ഇത് ഈ വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന കണ്ടെയ്നർ എന്ത് ചെയ്യാൻ പറ്റണം? ഇത് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അഴുകി എടുക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. നമ്മ വീടുകളില് വേസ്റ്റ് ബാസ്ക്കറ്റുകളില്ലേ നമ്മുടെ വീടുകളില്? ഓരോ തവണ നമ്മൾ വേസ്റ്റ് ഇട്ട് അത് കൊണ്ടുപോയി നമ്മ കളഞ്ഞതിന് ശേഷം അതെങ്ങനെയാ സൂക്ഷിക്കുന്നത്? വീണ്ടും നമ്മ വേസ്റ്റ് ഇടാൻ എടുക്കുന്നത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെക്കുമോ? വാഷ് ചെയ്യും അല്ലെ, നല്ല രീതിയിൽ വാഷ് ചെയ്യും. അപ്പൊ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാ? ഈ കണ്ടെയ്നർ, ഈ വേസ്റ്റുകൾ ഇടുന്ന കണ്ടെയ്നർ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കഴുകിയിട്ട് വേണം വീണ്ടും ഉപയോഗിക്കാൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത് ആ പാരഗ്രാഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സിമ്പിൾ ആണ് അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ, കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ്, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. എന്താണ്? ഈ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഡിസ്പോസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ കളക്ട് ചെയ്യുന്ന ആളുകൾ എന്താണ്? പേഴ്സണൽ സേഫ്റ്റി ഡിവൈസുകൾ, PPE കിറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളിൽ ഉൾപ്പെടുന്നത്? The use of protective gears should be made compulsory for all staff who handle waste. വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും എന്താണ്? പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് നല്ല ഡിവൈസുകൾ ധരിച്ചിരിക്കണം. എന്തൊക്കെയാണ്? ഗ്ലൗസ്, പിന്നെ വേറെ ഏതാണ്? ഗ്ലൗസ് മാത്രമേ ഉള്ളൂ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസിൽ മാസ്ക് വരുന്നുണ്ട്. പിന്നെ ഏതാണ്? ബൂട്ട്സ് വരുന്നുണ്ട്, ഗൂഗിൾസ് വരുന്നുണ്ട്, ഗൗൺ അല്ലെ, ഗൗണ് വരുന്നുണ്ട്. അപ്രോൺസ് അല്ലെങ്കിൽ ഗൗൺസ് ഒക്കെ അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് എന്താണ് ഇൻഫെക്ഷൻസ്, ഈ വേസ്റ്റ് തെറിക്കാതിരിക്കുന്നതിന്, സ്മാഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഗൗൺസുകൾ, സൂട്ട്സുകൾ ധരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഗ്ലൗസ്. പിന്നെ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ത് കളറ് ഗ്ലൗസ് ആണ് ധരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ എന്താണ് സാധാ ഗ്ലൗസുകൾ ഉണ്ട് അല്ലെ, ഡോക്ടേഴ്സ് നഴ്സുമാർ യൂസ് ചെയ്യുന്ന ഗ്ലൗസുകളില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേത് കളറാണ്? ഒരു ക്രീം, ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഏത് കളറാണ്? ഡോക്ടേഴ്സ് ഒക്കെ ധരിക്കുന്നത് ഒന്നില്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡിൽ അല്ലെ. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ യെല്ലോ ഗ്ലൗസുകളാണ്, ലൈറ്റ് യെല്ലോയിഷ്, ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളറില് എന്താണ് ഗ്ലൗസുകളായിരിക്കും ധരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലേ നിങ്ങൾ?
ഓക്കെ ഓക്കെ. ഗ്ലൗസ്, ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് ഓർക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കാര്യം ആവശ്യത്തിന് പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കാട്ടാ. എന്തൊക്കെ നമ്മ പഠിക്കുന്ന കാര്യങ്ങൾ അതേപോലെയാണ് അവിടെ നടക്കുന്നത്. ഒന്ന് നോക്കി നോക്കാം. നമുക്ക് കുറച്ചും കൂടി അല്ലെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആവും അല്ലെ. ഓരോ കാര്യങ്ങളും നമ്മൾ തിയറി പഠിക്കുന്നതിലേക്ക് കൂടുതൽ എന്താണ് നമ്മത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓക്കെ ആവും അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നീ ശ്രദ്ധിക്കാട്ടെ, നോട്ട് ചെയ്യാം. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫാർമസിയിലെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇതുകൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള റേഡിയേഷനുമായി ബന്ധപ്പെട്ട കുറെ പഠിച്ചിട്ടില്ലേ? റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കുക, വാച്ച് ചെയ്യാം കേട്ടോ. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ് എന്താണ്? അവർ ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ എങ്ങനെയുള്ളതായിരിക്കും? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസുകളായിരിക്കും. ഹെവി ആയിട്ട്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള എഫിഷ്യൻസി ഉള്ള എന്താണ് ഗ്ലൗസുകളായിരിക്കും ധരിക്കുന്നത്. അത് പെട്ടെന്ന് കീറിപ്പോകാനൊക്കെ പാടുണ്ടോ? അവർ ഉപയോഗിക്കുന്ന ഗ്ലൗസ് അവർ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ അത് കീറിപ്പോയാൽ എന്താണ് അവരെ കൈമേൽക്കൊക്കെ ഇൻഫെക്ഷൻസ് വരും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ കൊണ്ട് നിർമ്മിതമായ ഗ്ലൗസുകളായിരിക്കും അവർ ധരിക്കുന്നത്. നെക്സ്റ്റ്, ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് കളർ. ഇത് എന്ത് കളറിലായിരിക്കും? ബ്രൈറ്റ്ലി, കുറച്ച് തെളിഞ്ഞ യെല്ലോ കളറിലുള്ള ഗ്ലൗസുകളായിരിക്കും ധരിക്കുന്നത്. ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ് ദ ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് 2 times. അവർ ആ വേസ്റ്റുകൾ എടുത്തതിന് ശേഷം, കൈകാര്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അവർ ആ ഗ്ലൗസ് 2 തവണ കഴുകണം. നല്ല രീതിയിൽ വൃത്തിയാക്കണം, കഴുകി സൂക്ഷിക്കണം. The gloves should be washed after each use with soap and disinfectant. എന്താണ്? അവര് ഓരോ യൂസിന് ശേഷവും ആ ഗ്ലൗസ് ഒന്നില്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്ന ലായനികൾ, കെമിക്കൽ ലായനികളോ യൂസ് ചെയ്തിട്ട് എന്താണ് നല്ല രീതിയിൽ കഴുകി സൂക്ഷിക്കുക. The size should be fit the operator. ആ ഗ്ലൗസിന്റെ സൈസ് എങ്ങനെയായിരിക്കണം? അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് കറക്റ്റ് സൈസ് ആയിരിക്കണം അല്ലെ. അതല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത് ലൂസ് ആയിട്ടുള്ള ഗ്ലൗസ് ആണെങ്കിൽ എന്ത് പറ്റും? അത് അവരെ കയ്യിൽ നിന്ന് ഊരിപ്പോകും അല്ലേ. അതൊരു ബുദ്ധിമുട്ടല്ലേ? അതൊരു നല്ല രീതിയാണോ? അല്ല അല്ലെ. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ അവര് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല, സേഫ് അല്ല അല്ലെ. അതല്ല അവർക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇറുങ്ങി പിടിച്ചതാണെങ്കിലോ അവര് ഡ്യൂട്ടി കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർക്ക് എന്താണ് ഇറിറ്റേഷൻ സംഭവിക്കും. നമ്മളാണെങ്കിലും ഡ്രസ്സ് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കംഫർട്ട് ആവുമോ? നമ്മ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് ലൂസ് ഉള്ളത് അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇട്ടത് നമുക്ക് കംഫർട്ട് ആവുമോ? അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ എന്ത് ചെയ്യുക? ഈ ഗ്ലൗസുകൾ അത് ഉപയോഗിക്കുന്ന ആൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ആപ്രോൺസ്, ഗൗൺസ്, സ്യൂട്ട്സ് എന്താണ്? അവരുടെ ഡ്രസ്സിലേക്ക് അതല്ലെങ്കിൽ അവരുടെ സ്കിന്നിലേക്കൊക്കെ എന്താണ് ഈ വേസ്റ്റുകളെ തെറിക്കാതിരിക്കാൻ, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് അവർ ആപ്രോൺസോ ഗൗൺസോ അല്ലെങ്കിൽ സൂട്ട്സുകള് ധരിക്കുക. നെക്സ്റ്റ്, മാസ്ക് എന്താണ്? പല തരത്തിലുള്ള മാസ്കുകൾ ഉണ്ട് അല്ലെ. ഉണ്ടോ? ഫുള്ള് കവർ ചെയ്യുന്ന അല്ലെ ഫേസ് ഷീൽഡുകൾ ഉണ്ട്, N95. അതല്ലെങ്കിൽ എന്താണ് മാസ്ക് വേറെ, ഗൂഗിൾസ് വേറെ അല്ലെ, അങ്ങനെ വരുന്നതുണ്ട്. അതല്ലെങ്കിൽ ഫുള്ളി കവർ ചെയ്ത മാസ്കുകൾ വരാറില്ലേ? ഈ നമ്മുടെ നെറ്റി മുതൽ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന ഫേസ് ഷീൽഡുകള്. ഓക്കെ, സർജിക്കൽ മാസ്ക്. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക്, പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. ഗൂഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ് ഷുഡ് ബി വോൺ എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ. എന്താണ്? അവർ ഗൂഗിൾസും ഫേസ് ഷീൽഡും എന്താണ്
വേറെ വേറെ ധരിക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷനിൽ വരുന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ധരിക്കുക. ടു ഗിവ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ, അതെന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ എന്താണ് ഇൻഫെക്ഷൻസ് നമ്മൾ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതിൽ നിന്ന് എന്താണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിലേക്ക് തെറിക്കുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയി പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ പേഴ്സണൽ ഹു വർക്ക് ഇൻ ദ ഇൻസിനറേറ്റർ ചേംബർ to put on mask that covers both nose and mouth if possible. A gas mask with filters. എന്താണ് ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ, ഇൻസിനറേറ്റർ ചേംബർ എന്ന് പറഞ്ഞാല് ഇൻസിനറേഷൻ ടെക്നോളജി പഠിച്ചില്ലേ നമ്മ, വേസ്റ്റുകളെ കത്തിച്ച് കളയാ അല്ലെ. അപ്പൊ കത്തിക്കുമ്പോ എന്താണ്, നമ്മ വേസ്റ്റുകൾ കത്തിക്കുമ്പോ എന്ത് പറ്റും, കെമിക്കൽസ് വരുമല്ലോ, ആഷ് കിട്ടും. അതിൽ നിന്ന് അത് നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലേ, അവശിഷ്ടമാണ്. കത്തിക്കുമ്പോ ബേൺ ചെയ്യിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യോ, രാസവസ്തുക്കള് പ്രൊഡ്യൂസ് ചെയ്യില്ലേ. അപ്പൊ അതെന്താണ്, അത് ശ്വസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും, ബുദ്ധിമുട്ടാണോ ആ ചേംബർ വർക്ക് ചെയ്യിക്കുന്ന ആൾക്ക്, അയാളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യില്ലേ, ഇൻഫെക്ഷൻസ് വരും അല്ലെ, അവർക്ക് അയാളെ എഫക്ട് ചെയ്യും, അവര് ആ സഫോക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ്, അപ്പൊ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും എന്താണ്, ആ ശ്വാസം മുട്ടും, സഫോക്കേഷൻ എന്ന് പറഞ്ഞാല് ശ്വാസം മുട്ടുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താണ്, കവേഴ്സ് ബോത്ത് നോസ് ആൻഡ് മൗത്ത് ഇഫ് പോസിബിൾ. എന്താണ്, അവര് പരമാവധി എങ്ങനെയുള്ള മാസ്കുകളായിരിക്കണം ധരിക്കേണ്ടത്, അവരുടെ നോസും മൗത്തും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള, മൂക്കും വായും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകളായിരിക്കണം അവർ ധരിക്കേണ്ടത്, ഫേസ് ഷീൽഡ്. എ ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ. എന്താണ്, ഫിൽറ്റർ വരുന്ന ഗ്യാസ് മാസ്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരമാവധി അവര് അങ്ങനെയുള്ള മാസ്കുകളാണ് ധരിക്കാൻ നോക്കുക. അപ്പൊ അതെന്ത് ചെയ്യും, അവര് ശ്വസിക്കുന്ന വായുവിനെ പ്യൂരിഫൈ ചെയ്യും അല്ലെ, ആ ഫിൽറ്റർ, അതിലുള്ള ഫിൽറ്റർ കെമിക്കൽസ് ഒന്നും അവര് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും അവർക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവരെന്താണ്, ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ, ഫിൽറ്റർ ഉള്ള ഗ്യാസ് മാസ്കുകള് ധരിക്കുക. ക്ലിയർ ആയോ? ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടില്ല, ഒരു മിനിറ്റ്. ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു മിനിറ്റ് കേട്ടോ, മിസ് കാണിച്ചു തരാതെ, ഒരു മിനിറ്റ്. നെക്സ്റ്റ് ബൂട്ട്സ്. ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൂട്ട്സ് കണ്ടിട്ടില്ലേ നിങ്ങ, ബൂട്ട്സ് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, നമ്മുടെ കാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെ, ലെഗ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ബൂട്ട്സ് എന്ന് പറഞ്ഞാല് ലെഗ് കവറിങ് അല്ലെ, നമ്മുടെ ലെഗ്സിനെ, ആ ലോങ് ബൂട്ട്സ് ലെഗ്സിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ്, മ്യൂട്ട് ചെയ്തിട്ടില്ല എല്ലാവരും?
ഓക്കെ. ബൂട്ട്സ്, ലെഗ് കവറിങ് എന്താണ്? ലെഗിനെ കവർ ചെയ്യുന്ന, ലെഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ബൂട്ട്സ്. ബൂട്ട്സ് ഓർ ഷൂസ് കവേഴ്സ് ഗിവ് ഗ്രേറ്റർ സേഫ്റ്റി ടു ദി സ്കിൻ. ഓക്കെ, മിസ് കാണിച്ചു തരാം. നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് മിസ്. നിങ്ങളുടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ കണ്ട് ഇവിടേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ്. ഇവിടെ നിന്ന് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് ഗ്ലാസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇത് ഇവിടേക്ക് ഇങ്ങനെ ഫിൽറ്റർ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ശ്വസിക്കുന്ന വായു എങ്ങനെയുള്ളതായിരിക്കും? പ്യൂരിഫൈ ചെയ്തതായിരിക്കും. കെമിക്കൽസിന്റെ ഒന്നും ഇതില്ലാത്ത ഒരു പ്യൂരിഫൈ ചെയ്ത എയർ ആയിരിക്കും നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാസ്കുകൾ ആയിരിക്കണം ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ധരിക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ബൂട്ട്സ്, ലെഗ് കവറിങ്, ലെഗിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബൂട്ട്സ് ഓർ ഷൂ കവേഴ്സ് ഗിവ് ഗ്രേറ്റർ സേഫ്റ്റി ടു സ്കിൻ when splashes or large quantities of contaminated waste have to be deal with. എന്താണ്? നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി, ഒരുപാട് എമൗണ്ടിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ എന്താണ് സ്പ്ലാഷ് ചെയ്യുക നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഈ വേസ്റ്റുകൾ തെറിക്കാതിരിക്കുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൂട്ട്സുകൾ ധരിക്കുന്നത്. ഇപ്പൊ വേസ്റ്റുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് ബൂട്ട്സ് ധരിക്കണവര്, അല്ലെങ്കിൽ അവര് കാലിലേക്ക് കൂടി ഇൻഫെക്ഷൻസ് വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ എന്താണ് അങ്ങനെ എന്താണ് ഇവരെ ഗ്രേറ്റർ സേഫ്റ്റി സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്താണ് അവരുടെ കാലിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കാലിലേക്കൊക്കെ തെറിക്കുന്ന സ്പ്ലാഷ് ചെയ്യാൻ തെറിക്കുന്ന വേസ്റ്റുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ്, ഒരുപാട് എമൗണ്ടില് മലിനമായിട്ടുള്ള വേസ്റ്റുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കുമാണ് ബൂട്ട്സുകള് എന്താണ് അവരെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെ. The boots should be rubber soled and anti-skid type. എന്താണ് ഈ ബൂട്ട്സുകൾ എങ്ങനെയുള്ളതാണ്? റബ്ബർ കൊണ്ട് നിർമ്മിച്ചതോ അതല്ലെങ്കിൽ എന്താണ് റബ്ബർ കൊണ്ട് നിർമ്മിച്ചതും ആന്റി സ്കിഡ് എന്ന് പറഞ്ഞാൽ തെന്ന അല്ലെ. ഈ വേസ്റ്റുകളിൽ നിന്ന് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് പറ്റും? തെന്നി പോകൂലേ? നമ്മ ചിലപ്പോ എന്തെങ്കിലും കയറി ചവിട്ടി കഴിയുമ്പോ സ്ലിപ്പായി പോവാ അല്ലെ. അപ്പൊ അങ്ങനെ സ്ലിപ്പായി പോകാത്ത രീതിയിലുള്ള ആന്റി സ്കിഡ് ടൈപ്പ് ബ്ലാക്ക് കളറിലൊക്കെ ഉള്ളത് എന്താണ് ഇവര് സ്കിപ്പായി പോകാത്ത രീതിയിലുള്ള എന്താണ് ഇതുകൊണ്ട് നിർമ്മിച്ചതുമായിരിക്കും ബൂട്ട്സുകള്. ദേ ഷുഡ് കവർ ദ ലെഗ് ടു ദി ആൻക്ലറ്റ്. എന്താണ് ഇതവരെ കണ്ണങ്കാല് വരെ അല്ലെ, കാൽമുട്ടിന്റെ അവിടെ വരെ എന്താണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഓക്കെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സംസ്കരിക്കാത്ത ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയായിരിക്കണം? സ്പെഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ട്രോളികൾ ഉണ്ടായിരിക്കും ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിനുള്ള, അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള ഒറ്റച്ചക്ര വണ്ടികൾ കണ്ടിട്ടുണ്ടോ? കവേർഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഇടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ? അപ്പൊ അങ്ങനെയുള്ള ഇതിലായിരിക്കണം വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. The bags container holding biomedical waste have to be tied before transportation. നമ്മൾ എന്താണ് ആ വേസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആ ബാഗ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? നമ്മൾ നല്ല രീതിയിൽ കെട്ടിയിട്ട് വേണം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അത് താഴേക്ക് വീണു പോകുന്നതിനോ അല്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ആ വേസ്റ്റ് നമ്മൾ സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക്, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് സംസ്കരിക്കുന്നതിന് കൊണ്ടുപോകും. അതിന് ഇത് കൊണ്ടുപോകണം, ഡോക്യുമെന്റ് അല്ലെ, രേഖ കൊണ്ടുപോകണം. അതെങ്ങനെയുള്ളതായിരിക്കണം? ഒന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത രേഖയായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡേറ്റ് ഉണ്ടായിരിക്കും അല്ലെ.
ഏത് ദിവസമാണ് അത് കൊണ്ടുപോകുന്നത്, ഷിഫ്റ്റ് എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്, എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര അളവിൽ അവർ ആ വേസ്റ്റ് കൊണ്ടുപോകുന്നത്, ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതായത് ലക്ഷ്യസ്ഥാനം. ഇവര് ആ ഇപ്പൊ എന്താണ് ആസ്റ്റർ മെഡ്സിറ്റിയിൽ നിന്ന് വേറെ ഏതെങ്കിലും എന്താണ് ഇമേജ് പ്ലാന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആസ്റ്റർ മെഡ്സിറ്റി ടു ഇമേജ് പ്ലാന്റ് അല്ലെ, അങ്ങനെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ അവര് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്, ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വണ്ടിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. എന്താണ്, വെൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള മൂടി കെട്ടിയ വണ്ടികളിലായിരിക്കും ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നത്. പിന്നെ എന്താണ്, ആ നമ്മളിത് സൂക്ഷിക്കുന്ന കണ്ടെയ്നർ, ആ വേസ്റ്റ് എടുത്തതിന് ശേഷം എന്താ, നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി രണ്ടാമത് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള മാസ്ക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇതാണ് ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റർ. ഇത് പല മോഡലില് വരാട്ടോ. ഇപ്പൊ ക്ലിയർ ആയി, ഏകദേശം ഒരു രൂപം കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ. പിന്നെ ഇതേനാ ഈ മോഡലിൽ വരുന്നുണ്ട്, കണ്ടോ? അപ്പൊ എന്താണ്, മൂവിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഫുൾ അവർ അല്ലെ, അവര് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തു, നോസിനെ പ്രൊട്ടക്ട് ചെയ്തു, അവരെ വായിന അല്ലെ, ഈ മൗത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ആ ഒരൊറ്റ മാസ്കിൽ കൂടി. അവർക്ക് ഒരു രീതിയിലും എന്താണ്, അവരെ ശരീരത്തിലേക്ക് കെമിക്കൽസിന്റെ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ക്ലിയർ ആയോ അത്? ഇപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മിസ് എടുത്തതാണ് കേട്ടോ, കഴിഞ്ഞ ദിവസം എടുത്തതല്ലേ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എടുത്തിട്ടാണ് മിസ് കാറ്റഗറി ടേബിൾ എടുത്തത്. നെക്സ്റ്റ് ഫൈനൽ ഡിസ്പോസൽ. ഫൈനൽ ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ. എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ലാസ്റ്റ് എന്താണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസ്പോസൽ ആണ്. ജസ്റ്റ് അതിൽ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ ഡിസ്പോസൽ ആണ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ്, നല്ല രീതിയിലുള്ള ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ഗുണങ്ങള്, ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്, എന്തൊക്കെയായിരിക്കും ഒന്ന് പറഞ്ഞേ. നമ്മ വേസ്റ്റുകൾ, നമ്മുടെ വീടിന് ചുറ്റും വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, പൊതുവെ എങ്ങനെയാണല്ലോ, ചവറുകൾ ഉണ്ടാവും, നമ്മ ഉപയോഗിക്കുന്ന ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, പല രീതിയിലുള്ള വേസ്റ്റുകൾ ഇല്ലേ, ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക? ക്ലീൻ ആവും അല്ലെ, നല്ല ക്ലീൻ ആയ നീറ്റ് ആയിട്ടുള്ള അല്ലെ, ഹെൽത്തിയർ ആയിട്ടുള്ള ചുറ്റുപാട്, നമുക്ക് പരിസരം, വീടിന്റെ പരിസരം നല്ല ക്ലീൻ ആയി കൊണ്ടുവരുത്താൻ സാധിക്കും. പിന്നെ എന്താണ്, ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാം അല്ലെ. ഈ എന്താണ്, മഴ കൂട്ടിപ്പിടിക്കുമ്പോ പറയാറുണ്ടല്ലോ, നമുക്ക് എപ്പോഴും ടിവിയിൽ അല്ലെ പരസ്യങ്ങൾ കാണിക്കാറുണ്ട്, ആരോഗ്യ പ്രവർത്തകര് വരാറുണ്ട്, എന്താണ്, ഇൻഫെക്ഷൻസ് വരും അല്ലെ. നല്ല രീതിയിൽ സറൗണ്ടിങ്സ് ക്ലീൻ ആയി കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് പറ്റും, ഇൻഫെക്ഷൻസ് വരും അല്ലെ. ആണോ? അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്, നമ്മ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ, നമുക്ക് ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ആരോഗ്യമുള്ള ചുറ്റുപാട്, ക്വാളിറ്റി ലൈഫ് അല്ലെ, നമ്മുടെ അസുഖങ്ങളിൽ നിന്നൊക്കെ പരമാവധി നമുക്ക് റിക്കവർ ചെയ്ത് അല്ലെ, നല്ല രീതിയിൽ അസുഖങ്ങളൊന്നും വരാതെ ജീവിക്കാൻ സാധിക്കുന്നു. പിന്നെ ഫസ്റ്റ് വൺ എന്താണ്, വൃത്തിയുള്ള ആരോഗ്യമുള്ള ചുറ്റുപാട് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വയോർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ്. എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഹോസ്പിറ്റൽ അക്വയോർഡ് ഇൻഫെക്ഷൻസിനെയും ജനറൽ ഇൻഫെക്ഷൻസിനെയും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറയ്ക്കാനായിട്ട് അല്ലെ, റിഡക്ഷൻ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ എന്താണ്, ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല അല്ലെ.
ആണോ? ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ ജനറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുള്ളൂ, അല്ലെ? സ്റ്റെറിലൈസ് ചെയ്യണം, സാനിറ്റൈസേഷൻ ചെയ്യണം, വാഷിംഗ് ചെയ്യണം അല്ലെ, ക്ലീനിങ് ചെയ്യണം അല്ലെ, ഐസൊലേഷൻ ചെയ്യണം, അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ചെലവ് കുറയ്ക്കാൻ പറ്റില്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? ഇൻഫെക്ഷൻ വന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനു വേണ്ട മരുന്നുകൾ കൊടുക്കണം, അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ, സ്റ്റെറിലൈസേഷൻ ചെയ്യണം. അപ്പൊ എന്താണ് ഈ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് ആണെങ്കിൽ നമുക്ക് ഇതിനുള്ള ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപാക്കേജിങ് ഇൻഫെക്ഷൻ ഡിസ്പോസിബിൾസ്. എന്താണ് നമ്മൾ ചിലപ്പോ എന്താണ് ഉപയോഗിച്ച സാധനങ്ങളെ വീണ്ടും കവർ ചെയ്ത് അല്ലെ റീപാക്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മളല്ല, ഹോസ്പിറ്റലില് ചില സ്ഥലത്ത് അറിയാത്ത രീതിയിൽ ഉണ്ടോ നീഡില് സിറിഞ്ചുകള് അല്ലെ. അപ്പൊ എന്ത് പറ്റും? അങ്ങനെയൊക്കെ റീപാക്ക് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഉപയോഗിച്ചൊരു തവണ യൂസ് ചെയ്ത സാധനങ്ങൾ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻ വരാം അല്ലെ. എന്താണ് ആ ഇൻഫെക്ഷനിൽ നിന്ന് എന്ത് വരാം? ചിലപ്പോ മരണം വരെ സംഭവിക്കാം അല്ലെ, ഡെത്ത്. അപ്പൊ എന്താണ് ഈ രണ്ടാമത് റീപാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന അണുബാധയുള്ള അല്ലെ, അണുബാധയുള്ള എന്താണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പുനരുപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങളും എന്താണ് മരണനിരക്കും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ അത്? കറക്റ്റ് രീതിയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ എന്ത് പറ്റും? രണ്ടാമത് റീയൂസ് ചെയ്യില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഉപയോഗിക്കുന്ന ഉൽപാദിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരെന്ത് ചെയ്യത്? ഡിസ്പോസ് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് ഒരു ഡിസ്പോസിബിൾ അണുബാധയേറ്റിട്ടുള്ള സാധനങ്ങള് ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങളും എന്താ ഡെത്ത് റേറ്റും മരണനിരക്കും കുറയ്ക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ. എന്താണ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ തൊഴിൽപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു ഇല്ലേ. നമ്മ പറഞ്ഞു റിസ്ക് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞല്ലേ. എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക്, ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അല്ലെ. അപ്പൊ എന്താ നമ്മ കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യും. എന്താണ് അവിടെ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ തൊഴിൽപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? Next, improved image of healthcare institution and increased quality of life. ലൈഫ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഓഫ് ലൈഫ് കേട്ടോ. ഓഫ് കഴിഞ്ഞിട്ട് തന്നെയാണ് ലൈഫ്. അത് കറക്റ്റ് ചെയ്ത് എഴുതാം. എന്താണ് നമ്മൊരു ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സറൗണ്ടിങ് ആണെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് എനർജി വരികയാണ് അവിടെ ചെല്ലും. അപ്പൊ നമ്മ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ നമ്മ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യും അല്ലെ. പറയോ ആ ഹോസ്പിറ്റല് നല്ല വൃത്തിയുണ്ട്, അവിടെ അറ്റ്മോസ്ഫിയർ നല്ല അല്ലെ. ആണോ? അസുഖങ്ങൾ അല്ലെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മ ആദ്യം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അല്ലെ. ആദ്യം അവിടെ ചെന്ന് കാണുമ്പോ നല്ല നീറ്റാണെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമാവും അല്ലേ.
അപ്പൊ അത് എന്താ ചെയ്യണേ? കറക്റ്റ് രീതിയിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ എന്ത് പറ്റും? ആ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ആണോ? വായ്മൊഴിയിലൂടെ അല്ലെ? ഇപ്പൊ ഞാൻ ചെന്നിട്ട് പറയാണ്, ഓ നല്ല വൃത്തിയായി നല്ല നീറ്റായി കിടക്കണേ നമ്മ പറയും. ഞാൻ പറയും എന്റെ കൊളീഗ്സിനോട്, അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് പറയും, ആ ഹോസ്പിറ്റലിൽ നല്ല സൂപ്പറാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല വൃത്തിയായി കിടക്കെന്ന് പറയൂ അല്ലെ? ആണോ? നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ? അതല്ല, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആകെ വേസ്റ്റുകൾ അവിടെ ഇവിടെയും കൂടിക്കിടക്കുകയാണെങ്കിൽ നമ്മ പറയും അവിടെ പോവണ്ട അല്ലെ? ഒരു വൃത്തിയില്ല, ഒരു ശുചിയില്ലാത്തൊരു ഹോസ്പിറ്റലാണ് അല്ലെ? നമ്മ ചിലപ്പോ എന്താണ്, നമ്മ പോയ അസുഖമല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളും കൂടി വരുമെന്ന് പറയും. പറയാറുണ്ടോ നമ്മ? ഇല്ലാത്ത അസുഖങ്ങളും കൂടി വരുമെന്ന് അല്ലെ? അപ്പൊ എന്താണ്, നല്ല നീറ്റ് ആയിട്ടുള്ള അല്ലെ, നല്ല രീതിയിൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് വെച്ചും അവരുടെ പ്രതിച്ഛായ ഇമേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ അവരെന്താണ്, ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ, നല്ല ഗുണനിലവാരമുള്ള ലൈഫ് കൊടുക്കാൻ പേഷ്യൻസിന് നൽകാനായിട്ടും സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? ബെനിഫിറ്റ്സ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്സിന്. ബെനിഫിറ്റ്സ് ചോദിക്കാം. ബെനിഫിറ്റ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ കാറ്റഗറി ടേബിള്, ഡിസ്പോസൽ മെത്തേഡ്, പിന്നെ ഇമേജ് പ്ലാന്റ് നെക്സ്റ്റ് വരുന്നുണ്ട്, അത് പഠിക്കുക. പിന്നെ റിസ്ക് ആർക്കൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് വേസ്റ്റുകളാണ്, ഹസാർഡസ് വേസ്റ്റിൽ ഏതൊക്കെ വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്, നോൺ ഹസാർഡസ് വേസ്റ്റിൽ ഏതൊക്കെ വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെ പഠിക്കുക കേട്ടാ. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ-ഫ്രണ്ട്ലി. ഇമേജിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇന്ത്യൻ മെഡിക്കൽ. ഇത് ചോദിക്കാട്ടാ, എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ-ഫ്രണ്ട്ലി. Image associates with all modern medicine healthcare establishment in both private and government government like a hospital based on their bed strength, clinics based on their number of rooms and facilities. എന്താണ്, ഇമേജ് പ്ലാന്റിലെ അസോസിയേറ്റ്, അതായത് സഹകാരികളായിട്ട് വരുന്നതാണ് ആരൊക്കെയാണ്? ഓൾ മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ അല്ലെ, എല്ലാ ആധുനിക രീതിയിലുള്ള ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണ മേഖല സ്ഥാപനങ്ങളും എന്ത് വരുന്നുണ്ട്? ഈ ഇമേജില് സഹകാരികളായിട്ട് വരുന്നുണ്ട്. ഒരു അതെന്തിലാണ്? ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ്. ഗവൺമെന്റിൽ വരുന്ന ഹോസ്പിറ്റൽസ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വരുന്നുണ്ട്, പ്രൈവറ്റിലും വരുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ ഈ ഇമേജില് സഹകാരികൾ അതിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ഇതെന്താണ്? ഹോസ്പിറ്റൽ ബേസ്ഡ് ഓൺ ദെയർ ബെഡ് സ്ട്രെങ്ത്. ഹോസ്പിറ്റല് അവിടുത്തെ ബെഡ് സ്ട്രെങ്തില് എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, ഇപ്പൊ 100 ആണോ 150 ആണോ, ആ ബെഡ് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തില്. ക്ലിനിക് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് റൂംസ്. ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് റൂംസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എത്ര ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇമേജ് പ്ലാന്റില് അസോസിയേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചോ? പഠിച്ചു. അതിൽ നമ്മ പറഞ്ഞു അല്ലെ, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ, അങ്ങനെ പഠിച്ചില്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മ അതിനെ തിരിച്ചത്? ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, എത്ര ബെഡുകൾ ഉണ്ട്. അതേപോലെ എന്താണ്, ഈ ഇമേജ് പ്ലാന്റില് അവിടെ രജിസ്റ്റർ ചെയ്യും ഈ ഹോസ്പിറ്റലുകളെ അവർ തിരിക്കും, മിഡ് സൈസ്ഡ് ആണോ അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് ആണോ. എന്തിനായിരിക്കും അവരങ്ങനെ തിരിക്കുന്നത് ഹോസ്പിറ്റലിനെ? എന്തിനായിരിക്കും ഇമേജ് പ്ലാന്റില് രജിസ്റ്റർ ചെയ്യുമ്പോ സഹകാരികളാവുമ്പോ അവിടെ തിരിക്കുന്നത്? പറയാൻ പറ്റോ? സർവീസസ്. ഓക്കെ, സർവീസസ് ഫീസ് ഈടാക്കാൻ. ഓക്കെ, എന്ന് വെച്ചാൽ എന്തിന്റെ ബേസിസിലാണ് അവർ ആ ഫീസ് ഈടാക്കാൻ? എന്തിനാണ് ഫീസ് ഈടാക്കുന്നത്?
മിസ് പറയാം. എന്താണ് ഈ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണോ? ഓക്കെ ഓക്കെ, കറക്റ്റ് അല്ലെ. എന്താണ് സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ആയിരിക്കില്ല അല്ലെ. ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അല്ലെ. ഫെസിലിറ്റീസ് വ്യത്യാസം വരും. അപ്പൊ എന്താണ് ഫെസിലിറ്റീസ്, ട്രീറ്റ്മെന്റുകളൊക്കെ സർവീസുകൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വേസ്റ്റുകളും കൂടും അല്ലെ. ആണോ? വേസ്റ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവര് അവിടെ അസോസിയേറ്റ്സ് ആവുമ്പോ, സഹകാരികളാവും, രജിസ്റ്റർ ചെയ്യുമ്പോ തന്നെ ഇവരെങ്ങനെ തിരിക്കുന്നത്? അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിനിക്സ് ആണെങ്കിൽ അവിടെ എത്ര റൂംസുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് ഇവര് രജിസ്റ്റർ ചെയ്യിക്കുന്നത്. ലാബ്സുകളാണെങ്കിൽ ഇവരെങ്ങനെയാണ്? ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള രോഗനിർണയ സൗകര്യങ്ങളുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ഡെന്റൽ ക്ലിനിക്സ് ആണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവര് തിരിക്കുന്നത്. നെക്സ്റ്റ്, നോമിനൽ നോൺ റിട്ടേണബിൾ ഫീ ഈസ് ബീങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. എന്താണ് അവിടെ അഫിലിയേഷൻ ചെയ്യുമ്പോൾ, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവരിൽ നിന്ന് എന്ത് ഈടാക്കുന്നുണ്ട്? തിരിച്ചു കൊടുക്കാത്ത ഒരു നോമിനൽ ഫീസ്, ഒരു ചെറിയ ഒരു എമൗണ്ട് ഇവര് ഈടാക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. കൂടാതെ ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബീങ് മെറ്റ് ബൈ ചാർജിങ് എ നോമിനൽ മന്ത്ലി ഫീ ആസ് ഓപ്പറേഷൻ കോസ്റ്റ് ഡിക്ലെയർഡ് ഫോർ ദ കാറ്റഗറി HCI. എന്താണ് ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സ്മോൾ ആണോ, മിഡ് ആണോ, ലാർജ് ആണോ? അതിന്റെ അടിസ്ഥാനത്തില് അവര് പ്രവർത്തന ഫണ്ടായിട്ട്, പ്രവർത്തന ഫീസ് ആയിട്ട് എന്താണ് ഓരോ മാസവും ഒരു ഫീസ് പേയ്മെന്റും കൂടി ഈടാക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഹോസ്പിറ്റലിൽ എന്താണ് ഇമേജിൽ എന്താണ് ഓരോ ഹോസ്പിറ്റൽ അവര് പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണോ എന്നൊന്നുമില്ലാതെ എല്ലാവരും അവിടുത്തെ എന്താണ് ഇമേജില് സഹകാരികളായിരിക്കും. അപ്പൊ ഇവര് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവര് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഡെന്റൽ ഹോസ്പിറ്റൽ, ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യിക്കുന്നത്. കൂടാതെ എന്താണ് ഇവര് രജിസ്റ്റർ ചെയ്യുന്ന അഫിലിയേഷന്റെ സമയത്ത് ഇവരിൽ നിന്ന് തിരിച്ചു കൊടുക്കാത്ത ഒരു നോമിനൽ ഫീസ് ഈടാക്കുന്നുണ്ട്. കൂടാതെ ഓരോ മാസവും ഇവർ ഉത്പാദിപ്പിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ കാറ്റഗറി അനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് മന്ത്ലി ഫീയും കൂടി അവര് കളക്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയോ അത്രയും ഭാഗം എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ഇമേജ് തുടങ്ങിയത് നമ്മുടെ കേരളത്തില്, കേരള സ്റ്റേറ്റില്, സംസ്ഥാനത്തില് നമ്മുടെ ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ആൻഡ് ഇറ്റ് വാസ് കമ്മീഷൻ ഓൺ 14 December 2003. ഇത് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 2003 14-ാം തീയതിയാണ്. The image plan has been working successfully from January 2004 and has been providing commendable service to the states since its formation. Image thereby guarantees scientific removal of the image plan has been working successfully from January 2004. ഇതാണ് ഇമേജ് സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004-ലാണ്. ഇത് പ്രവർത്തനം ഹാസ് ബീൻ പ്രൊവൈഡിങ് കമൻഡബിൾ സർവീസ് ടു ദി സ്റ്റേറ്റ്. എന്താണ് ഇത്? നമുക്ക് കമൻഡബിൾ ആയിട്ടുള്ള, നമുക്ക് പ്രശംസനീയമായ രീതിയിലുള്ള ഒരു സർവീസ്, ഒരു
സേവനമാണ് നമുക്ക് നൽകുന്നത്. എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും എന്താണ് അവരുടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എൻവിയോൺമെന്റില് ഒരു പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ അവർ എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ ആ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു പ്രശംസനീയമാണ് അല്ലെ? ആണോ? അതല്ലെങ്കിൽ എന്ത് പറ്റും? ആളുകൾക്ക് അല്ലെ ഇത്രയും ഓരോ ഹോസ്പിറ്റലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കറക്റ്റ് രീതിയിലുള്ള ഡിസ്പോസിങ് അല്ലെങ്കിൽ നിർമാർജനമല്ല, സംസ്കരണം അല്ലെങ്കിൽ ഒരുപാട് അന്തരീക്ഷ മലിന ഒരുപാട് പ്രോബ്ലംസ് അല്ലെ, പൊല്യൂഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പൊ ഇമേജ് പ്ലാന്റ് എത്രയാണ് ജനുവരി 2004 സ്റ്റാർട്ട് ചെയ്യുകയും വർക്കിംഗ് വിജയകരമായി തുടങ്ങുകയും പിന്നെ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്, കേരള സംസ്ഥാനത്തിന് കമന്റബിൾ സർവീസ് അല്ലെ, പ്രശംസനീയമായ ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നൽകുന്നത്. Since its formation, Image thereby guarantees scientific removal of infection waste generated from healthcare institution across Kerala within 48 hours, in line with the provision laid down in the Biomedical Waste Management Rule 2016 released by the Ministry of Environment and Forest, Government of India. നമ്മുടെ Ministry of Environment and Forest, Government of India റിലീസ് ചെയ്ത 2016 റിലീസ് ചെയ്ത ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് അനുസരിച്ചാണ് ഇവര് ഇമേജ് പ്ലാന്റില് പ്രവർത്തനം നടത്തുന്നത്. അതെന്താണ് എന്ന് വെച്ചാൽ നമ്മ വേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു, ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന്, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുത്ത് 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ, അതായത് 2 ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർ എന്ത് ചെയ്യുന്നു, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, എൻവയോൺമെന്റിന് ഒരു പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഇവർ എന്ത് ചെയ്യുന്ന ശാസ്ത്രീയമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഒരു വലിയ സെന്റൻസ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും 2016 പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അനുസരിച്ചാണ് ഇമേജ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന്, ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആ വേസ്റ്റ് ഇമേജ് പ്ലാന്റില് വേസ്റ്റ് കൊണ്ടുപോയി കൊടുത്താല് ആ കൊണ്ടുപോയി കൊടുത്ത് ഒരു 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുന്നു, സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, ശാസ്ത്രീയപരമായ രീതിയിൽ ഈ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും? ഷെഫീൻ ഓക്കെയാണ്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? പറയണോ മിസ് ഒന്നും കൂടി? ഇനി എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടി പറയണം. ഓക്കെ, ഇവിടെ വരെ കറക്റ്റ് ആണോ? പറയാം. ഇമേജ് എന്ന് പറഞ്ഞു മിസ്, ഈ പറഞ്ഞ സെന്റൻസ് വരെ എല്ലാവർക്കും കറക്റ്റ് ആണോ? ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇതിന്റെ കമ്മീഷൻ ചെയ്തത് 2003 ഡിസംബർ 14 അവിടെ വരെ കറക്റ്റ് ആണോ? ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്, ഈ ഇമേജ് പ്ലാന്റ് ജനുവരി 2003 ഡിസംബർ 2003 അവർ കമ്മീഷൻ ചെയ്തത്. അതിനുശേഷം ഇവരെന്താണ് പ്രവർത്തനം ആരംഭിച്ചത്? 2004 ജനുവരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു പ്രശംസനീയമായ കമന്റബിൾ സർവീസ് ആണ് ഇവര് നമ്മുടെ സ്റ്റേറ്റിന്, കേരള സ്റ്റേറ്റിന് നൽകിയത്. നെക്സ്റ്റ് ഇവര് നമ്മുടെ 2016 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അനുസരിച്ചാണ് ഇമേജ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. അത് ക്ലിയർ ആയോ? ആരൊക്കെ പുറത്തിറക്കിയ? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും 2016 പുറത്തിറക്കിയ
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അതെന്ന് വെച്ചാൽ ആ റൂളിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഈ ഇമേജ് പ്ലാന്റിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ഇതിപ്പോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്നാവാം, അതല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്താണ് നോർമൽ ക്ലിനിക്കുകളിൽ നിന്നാവാം. എന്തെങ്കിലും വേസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞ് ഈ ഇമേജ് പ്ലാന്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടി ഒരു 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ശാസ്ത്രീയപരമായ രീതിയിൽ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ വീടുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വേസ്റ്റുകൾ കളക്ട് ചെയ്യാറുണ്ട്. അന്ന് തന്നെ അവർ കൊണ്ടുപോകാറുണ്ടോ ആ വേസ്റ്റ്? നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് അവരന്ന് തന്നെ കൊണ്ടുപോകും. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പക്ഷെ ആ ലൊക്കേഷനിൽ നിന്ന് ആ വാർഡിൽ നിന്ന് അന്ന് തന്നെ കൊണ്ടുപോകുമോ? അവരേതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ കൂട്ടി വെക്കൂ അല്ലെ? എന്നിട്ട് പിന്നെ ചിലപ്പോ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് അവിടെ നിന്ന് അവർ കയറ്റി കൊണ്ടുപോകുക അല്ലേ? ആണ്. പക്ഷെ ഇമേജ് പ്ലാന്റിൽ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാല് അതിന് ആ പെർട്ടിക്കുലർ ടൈം ഉണ്ട്. 48 മണിക്കൂർ ആകുമ്പോഴേക്കും അവർ എന്ത് ചെയ്യുന്നു, ആ വേസ്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയപരമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പൊ അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ എല്ലാവർക്കും? Okay. Next, all government healthcare institution under Directorate of Health Services Kerala and Directorate of Medical Education of Kerala are beneficiaries of the special scheme of image, by which they are spared from paying affiliation fees and are made eligible for the service from image at a സബ്സിഡൈസ്ഡ് റേറ്റ്. എന്ന് വെച്ചാൽ ഇമേജ് പ്ലാനില് ഒരുപാട് എല്ലാ പ്രൈവറ്റിൽ നിന്നും ഗവൺമെന്റിൽ നിന്നുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അസോസിയേറ്റ്സ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? സഹകാരികളാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലേ? ആണോ? ആണ്. അപ്പൊ ഇതിൽ പറയുന്ന വെച്ചാൽ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരള, അതായത് നമ്മുടെ വീടുകളുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് കെയർസ് അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, ചെറിയ ചെറിയ ഹെൽത്ത് സെന്റേഴ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരള. നെക്സ്റ്റ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളൊക്കെ ഇല്ലേ? മെഡിക്കൽ കോളേജുകൾ എന്താണ്, അവിടെ പഠിപ്പിക്കുക, ട്രീറ്റ്മെന്റ് മാത്രമാണ് അവർ ചെയ്യുന്നത്, പഠിപ്പിക്കുകയും കൂടി എഡ്യൂക്കേഷനും കൂടി ഉണ്ട് അല്ലേ? എഡ്യൂക്കേഷനും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇമേജ് പ്ലാന്റിന്റെ സ്പെഷ്യൽ സ്കീമിന് ഗുണഭോക്താക്കളാണ്, ബെനിഫിഷ്യറീസ് ആയിരിക്കും, ഗുണഭോക്താക്കളായിരിക്കും. ആ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെ അഫിലിയേഷൻ ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരെന്ത് ചെയ്യും, നമ്മ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു അഫിലിയേഷൻ ഫീസ് കൊടുക്കും എന്നറിയില്ലേ? അല്ലെ? പറഞ്ഞില്ലേ? ആദ്യം ഈ ഇമേജ് പ്ലാന്റിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു അഫിലിയേഷൻ ഫീസ് ഉണ്ട്. അവർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവരെന്ത് ചെയ്യുന്നു, ഈ അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും അവരുടെ മന്ത്ലി പേയ്മെന്റിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡൈസ്ഡ് ഒരു സബ്സിഡിയിലെ ഒരു ഇളവ് നൽകുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയത്? ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് കേരളയ്ക്കും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരളയ്ക്ക് എന്താണ്, നമ്മുടെ ഇമേജിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗുണഭോക്താക്കളായിരിക്കും. സ്പെഷ്യൽ സ്കീമിന് പദ്ധതിക്ക് ഗുണഭോക്താക്കളായിരിക്കും. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെ അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ഇവരുടെ മന്ത്ലി പേയ്മെന്റ് മാസാമാസമുള്ള പേയ്മെന്റിൽ ഇവർക്ക് എന്താണ്, ഒരു ഇളവ് സബ്സിഡി നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്?
ബാക്കി എല്ലാവരും ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കിക്കോട്ടെ. ഓൺ എൻ ആവറേജ്, ഒരു ആവറേജ് ഏകദേശം about 55.8 tons of biomedical waste arrives at image plant daily. ഇമേജ് പ്ലാന്റിൽ ഒരു ദിവസം വരുന്ന വേസ്റ്റ് എത്രയാണ്? 55.8 ടണ്ണാണ്. ടൺ. അപ്പൊ എന്തോരം വേസ്റ്റ് ഉണ്ട് അല്ലേ? അത് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം വരുന്നതാണ്. കേരള സ്റ്റേറ്റിൽ മാത്രം എന്താണ് 55.8 ടൺ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഒരു ദിവസം അവിടെ എത്തിച്ചേരുന്നത്. അതിലെ നോക്കിയേ 30.5 ടൺസ് ആർ ഇൻസിനറബിൾ വേസ്റ്റ്. അതില് 30.5% എന്താണ്? ഇൻസിനറേറ്റർ, നമ്മ കത്തിച്ച് കളയേണ്ട വേസ്റ്റുകളാണ്. ദാറ്റ് കളക്ടഡ് ഇൻ യെല്ലോ ബാഗ്സ്. അല്ലെ, ഇൻസിനറേഷൻ വേസ്റ്റുകൾ നമ്മൾ ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ ബാഗുകളില്. പിന്നെ 19 ടൺസ് ഓട്ടോക്ലേവബിൾ വേസ്റ്റ്. എന്താണ്? 19 ടൺസ് വേസ്റ്റുകളും ഓട്ടോക്ലേവ്, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട വേസ്റ്റുകളാണ്. ദാറ്റ് കളക്ടഡ് ഇൻ റെഡ് ബാഗ്സ്. നെക്സ്റ്റ് 5 ടൺസ് ആർ ബോട്ടിൽസ്. 5 ടൺ ബോട്ടിൽ വരുന്നുണ്ട്. 0.7 ടൺസ് ഇൻ ഷാർപ്പ് ആൻഡ് മെറ്റൽസ്. ഷാർപ്പ് ആയിട്ടുള്ളതും മെറ്റൽസിന്റെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായ വേസ്റ്റുകളാണ് 0.7 ടൺസ് വേസ്റ്റുകള്. നെക്സ്റ്റ് 0.6 ടൺസ് ഈസ് ഡിസ്കാർഡഡ് മെഡിസിൻ. എന്താണ്? ഡിസ്കാർഡ്, ഒഴിവാക്കിയ മെഡിസിനുകളാണ് 0.6 ടൺസ് മെഡിസിൻ വരുന്നത്. ദിസ് waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. എന്താണ്? 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ കേരള സ്റ്റേറ്റിൽ, നമ്മുടെ കേരള സംസ്ഥാനത്ത് 13,000-ൽ കൂടുതൽ ഹോസ്പിറ്റലുകളിൽ, ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ഇത്രയും 55.8 ടൺ വേസ്റ്റ്. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ടണ്ണ് ചോദിക്കാം. ടണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ടണ്ണില്ലേ, അതൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. എത്ര ടൺ വേസ്റ്റ് ഇമേജ് പ്ലാന്റില് ഡെയിലി വരുന്നുണ്ട്. ഓട്ടോക്ലേവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യില്ലേ, നീരാവി ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നതിനെ പറയുന്നതാണ് സ്റ്റെറിലൈസേഷൻ, ഓട്ടോക്ലേവബിൾ. നിങ്ങൾക്ക് നെക്സ്റ്റ് CSST പഠിക്കാനുണ്ട് കേട്ടോ. സ്റ്റെറിലൈസേഷൻ, സാനിറ്റൈസേഷൻ. ക്ലിയർ ആയി? ഒരു കുറച്ചും കൂടി അഡ്വാൻസ് ആയി. മിസ് എടുത്ത ഇത്രയും ഭാഗം ക്ലിയർ ആണോ ഇന്നെടുത്തത്? ഓക്കെ. സൈറ്റോടോക്സിക്. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ്, സെൽസിനെ ഡാമേജ് വരുത്തുന്ന കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന വേസ്റ്റുകള്, കെമിക്കൽ വേസ്റ്റുകള്. അതെന്താണ്? സൈറ്റോടോക്സിക് വേസ്റ്റുകൾക്ക് എക്സാമ്പിൾ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, പറയാം. ഫാർമസിയിൽ വരുന്ന വേസ്റ്റുകൾ ഉണ്ട്. അതുകൂടാതെ എന്താണ്, നമ്മുടെ വോമിറ്റിംഗ് ബാഗുകള്, മാസ്കുകള്, ഡിസ്പോസബിൾ ആയിട്ടുള്ള സാധനങ്ങള്, പിന്നെന്താണ്, ലബോറട്ടറി റിസർച്ചുകളുടെ ഭാഗമായി വരുന്ന കെമിക്കൽസുകള്, അതൊക്കെ എന്താണ്? സൈറ്റോടോക്സിക് വേസ്റ്റുകളാണ്. നമ്മുടെ സെൽസിനെ ഡാമേജ് വരുത്തുന്ന കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന വേസ്റ്റുകളെയാണ് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പയറി ഡ്രഗ്സുകള്. എക്സ്പയറി ഡ്രഗ്സ് ഒക്കെ നമുക്ക് ഈ ഇതിൽ വരുന്നുണ്ട് അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ വരുന്നുണ്ട്. അതുകൂടാതെയും എന്താണ്, സൈറ്റോടോക്സിക്കിലും പറയാൻ പറ്റുന്നത്. ഓക്കെ മിസ്, ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലേബർ റൂം ആണ് കേട്ടോ. ഇതിൽ ഇനി കുറച്ചും കൂടി ഉള്ളൂ, ഒരു പേജും കൂടി ഉള്ളൂ മിസ്സിന് എടുക്കാൻ. അപ്പൊ മിസ് നെക്സ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ ലേബർ റൂം ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, Miss.